പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം പുറത്തായത് KPCC അന്വേഷിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചുമതല. ഫോൺ സംഭാഷണം ചോർത്തലിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായോ എന്നതാണ് കാര്യമായി പരിശോധിക്കുന്നത്. പാലോട് രവിയുടെ ശബ്ദരേഖ പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. KR സാജു കൂടുതൽ വിവരങ്ങളുമായി. സാജു, KPCC ഇനി ഇക്കാര്യത്തിൽ നടത്താൻ പോകുന്നത് എന്താണ്? നിഷാദ്, KPCCയുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് അന്വേഷണം നടത്തി വളരെ വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കി. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വരുന്നതിനാൽ തന്നെ ആ സംഭാഷണങ്ങൾ വലിയ രീതിയിൽ ഭരണപക്ഷം ഉപയോഗിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഒരു പ്രാദേശിക നേതാവ് സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത്തരം ലക്ഷ്യത്തോടു കൂടിയായിരുന്നോ ഈ സംസാരം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് ചില സംശയങ്ങളുണ്ട്. അക്കാര്യം വിശദമായി പരിശോധിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ A ജലീൽ എന്ന് പറയുന്ന നേതാവിനെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പാർട്ടിക്ക് നൽകിയിരിക്കുന്ന വിവരം രതീഷ് എന്ന് പറയുന്ന മറ്റൊരു പ്രാദേശിക നേതാവിന് ഈ ഓഡിയോ അയച്ചിരുന്നു. അദ്ദേഹമാണ് ഇത് പുറത്തുവിട്ടതെന്നാണ്. എന്നാൽ രതീഷ് ഇത് നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം സമഗ്രമായി പരിശോധിക്കാനും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന വല്ലതും നടന്നിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാനുമുള്ള തീരുമാനം ഇപ്പോൾ പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടികൾ ആവശ്യമാണെങ്കിൽ കൈക്കൊള്ളാമെന്ന ധാരണയും ഇപ്പോൾ KPCC നേതൃത്വത്തിന് ഉണ്ട്. നിഷാദ്, ശരി. KR സാജുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവഞ്ചൂരിന്റെ പ്രതികരണങ്ങൾ കാണാം. അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ഞാൻ അതിൻ്റെ ഒരു കാര്യം പോലും നോക്കാതെ ഒരു കമൻറ്റ് നടത്തുന്നത് ശരിയല്ലല്ലോ. ഞാനപ്പോൾ പരിശോധിച്ചു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നീതിബോധവും നീതിപൂർവമായിട്ടുള്ള തീരുമാനമേ ഉണ്ടാവൂ. പാർട്ടിക്കകത്തെ പാർട്ടി പ്രവർത്തകർക്ക് അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവില്ല. ശരാശരി പ്രവർത്തകൻ, പാർട്ടി സ്പിരിറ്റുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം അറിയിക്കും.